ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. ഇന്ന് നമ്മൾ ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ജയലക്ഷ്മി പോയിട്ട് കുറച്ചധികം സാരികൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പല പല റേറ്റ് നോക്കിയിട്ട് സാരികൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പോയതൊരു ദിവസമായതുകൊണ്ട് തന്നെ അത്ര തിരക്കില്ലായിരുന്നു. അതാണ് ഇതേപോലെ കൗണ്ടറിലൊക്കെ കണ്ടത്, തിരക്ക് കുറവാണ്. അപ്പോൾ അത്യാവശ്യം തിരക്ക് കുറവുള്ള ജയലക്ഷ്മിയാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ചധികം സാരികളൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്തു. അതിൽ 1-2 സാരികൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളത് പർച്ചേസ് ചെയ്തായിരുന്നു. ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ആണ് ഈ പറഞ്ഞ പർച്ചേസൊക്കെ നടത്തുന്നത്. ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വഴി ഞാൻ പിന്നെ പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ടിരുന്ന് കാണുക. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറച്ചധികം സാരികളുടെ സെലക്ഷനും പർച്ചേസും കഴിഞ്ഞ ശേഷം ചുരിദാർ മെറ്റീരിയൽസും ചുരിദാറിൻ്റെ കളക്ഷൻസും നോക്കാനായിട്ട് അങ്ങോട്ട് പോന്നു. അങ്ങനെ നമ്മുടെ ഇത് മിററിൽ വന്നു ആണ് കണ്ടത്. അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ സെക്ഷനിൽ ചുരിദാറൊക്കെ നോക്കി. ഇവിടെയും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഒരു രാവിലെ സമയത്തുകൊണ്ട് തന്നെ അത്ര തിരക്കില്ലാതെയാണ് കണ്ടത്. സാധാരണ നമ്മൾ ജയലക്ഷ്മിയിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാവും. പിന്നെ ഇവിടെ അധികം വീഡിയോ അലൗഡബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് കാണിക്കാത്തത്. അങ്ങനെ കുറച്ചധികം ചുരിദാറൊക്കെ നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷനും ഇതൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത്യാവശ്യം ജയലക്ഷ്മിയിൽ സാരിക്കും ഇത് സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്ക് അത്യാവശ്യം നല്ല സെലക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ജയലക്ഷ്മി. ഇത് നമ്മളെടുക്കുന്നത് MG റോഡ് ജയലക്ഷ്മിയാണ്. പുതിയതായിട്ട് പാലാരോട്ടത്തും ഓപ്പൺ ആയിട്ടുണ്ട്, NH സൈഡിൽ തന്നെ. അപ്പം അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിലെ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ടെക്സ്റ്റൈൽസിലേക്ക് പോയി. അവിടെ ആ ടെക്സ്റ്റൈൽസ് ഏതാന്ന് കാണിച്ചു തരാം. ജയലക്ഷ്മിയിൽ എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ പല വിലയുടെ ഡ്രസ്സുണ്ട്. അത് ചെറിയ വില മുതൽ വലിയ വില വരെയുള്ള ഡ്രസ്സുകളുണ്ട്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നിന്ന് നോക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിലെ പർച്ചേസ് കഴിഞ്ഞിട്ട് കല്യാൺ സിൽക്സിലേക്ക് വന്നിരിക്കുകയാണ്. കല്യാൺ സിൽക്സിലെ ആടി സെയിൽസ് നടക്കണതാണ്. അപ്പോൾ അങ്ങനെ ആടി സിൽക്സിൽ എങ്ങനെയാണ് ഇവിടുത്തെ പർച്ചേസ് ചെയ്യാനും ഡ്രസ്സിനൊക്കെ വില കുറവുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഇറങ്ങി വന്നതാണ്. പൊതുവേ നമ്മളങ്ങനെ കല്യാൺ സിൽക്സിൽ വന്ന് പർച്ചേസ് ചെയ്യാറില്ല. കാരണം ഈ ആടി സെയിൽസിലൊക്കെ നമുക്ക് അത്രയധികം സെലക്ഷൻസൊന്നും ഇങ്ങനെ ഇഷ്ടപ്പെടാറില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാരി എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് അതിന് മാച്ചായിട്ടുള്ള ഷർട്ട് നോക്കാനായിട്ട് വന്നതാണ്. ഇവിടെ അത്യാവശ്യം ആടി സെയിൽസ് നടക്കുന്നുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലായിടത്തും ഈ പറഞ്ഞ 70% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ നിലയിൽ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് നമ്മളിങ്ങനെ അധികം നോക്കിയെങ്കിലും ഇവിടെ അറിയാൻ കഴിഞ്ഞത്, അത് നിങ്ങൾ പോകുമ്പോഴാണെങ്കിലും അറിയാൻ കഴിഞ്ഞത്, എല്ലാത്തിനുമില്ല, സെലക്റ്റഡ് ഇതിന് മാത്രമേ ഓഫറുകളുള്ളൂ. അതും തന്നെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കാണ് കൂടുതലും ഓഫറുകൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടിപ്പടച്ച് 70% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് കല്യാൺ സിൽക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഇതെൻ്റെ ഒരു അനുഭവം പറഞ്ഞതെന്ന് മാത്രം. അങ്ങനെ നമ്മൾ കല്യാൺ സിൽക്സിൽ കുറച്ചധികം വസ്ത്രങ്ങളൊക്കെ നോക്കിയെങ്കിലും നമുക്കത് അത്രയും ഒന്നും മനസ്സിന് പറ്റിയ രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകളായിട്ട് പോകുമ്പോൾ കുറച്ച് ക്ഷമ വേണം. പുരുഷന്മാർക്കുള്ള ടിപ്പാണ്. അവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഡ്രസ്സും ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെ കല്യാൺ സിൽക്സിലെ സെലക്ഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മൾ നേരെ പോത്തീസിലേക്ക് വന്നു. ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞങ്ങളെ കാണിക്കുന്നത്. പോത്തീസിൽ അത്യാവശ്യം
ചെറുത് മുതൽ വലിയ റേഞ്ച് വരെയുള്ള പല പല ഇതുണ്ട്. ഇത് അവരുടെ വെഡ്ഡിങ് സെക്ഷനാണ്. ഇവിടെ സാരികളുടെയൊക്കെ മാറുന്ന വൈവിധ്യമായ ഇതുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ചധികം സെലക്ഷൻസ് ഡ്രസ്സൊക്കെ നമ്മൾ നോക്കി പർച്ചേസ് ചെയ്തു. ഇതവിടുത്തെ കുറേ വെറൈറ്റി സാധനങ്ങൾ ഡ്രസ്സുകൾ ഇവിടെയുണ്ട്. സാരിയുടെ വെഡ്ഡിങ് സെക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയധികം ഇത്. അങ്ങനെ ബാക്കി എല്ലാ പർച്ചേസും ഇവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തോടെ കാണുന്നവരെ ബൈ. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.